നമസ്കാരം. KCV ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ AC ഷോബി. പ്രധാന വാർത്തകൾ. അറുപത്തിരണ്ടാമത് നെഹ്റു ട്രോഫി ജലോത്സവത്തിൽ UBC കൈനകരിയുടെ ചമ്പക്കുളം ചുണ്ടൻ ജേതാവ്. കുട്ടനാട് പാക്കേജ് അവതാളത്തിലാവാൻ കാരണം കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ പിടിപ്പുകേടെന്ന് കേരള കോൺഗ്രസ് ചെയർമാൻ PC തോമസ്. പദ്ധതികൾ എങ്ങുമെത്തിയില്ല. കൈനകരി പ്രദേശം വീണ്ടും വെള്ളത്തിൽ. വാഗ്ദാന പെരുമഴയുമായി വീണ്ടും അധികാരികൾ. വാർത്തകൾ വിശദമായി. ചമ്പക്കുളം പുത്തൻചുണ്ടൻ 62ാമത് നെഹ്റു ട്രോഫിയിൽ മുത്തമിട്ടു. കൈനകരി യുണൈറ്റഡ് ബോട്ട് ക്ലബ്ബാണ് ചമ്പക്കുളം പുത്തൻചുണ്ടന്റെ അമരക്കാർ. ഒന്നാം ഹീറ്റ്സിലെ ഒന്നാം പാദ മത്സരത്തിൽ 4.33 സെക്കൻഡുകൾക്ക് ഫിനിഷ് ചെയ്ത് ചമ്പക്കുളം പുത്തൻചുണ്ടൻ തന്റെ സാന്നിധ്യം അറിയിച്ചിരുന്നു. ഒന്നാം ഹീറ്റ്സിലെ വിജയികളായ ഇല്ലിക്കളം, പായിപ്പാട്, ശ്രീഗണേഷ് എന്നീ വള്ളങ്ങളെ പിന്തള്ളിയാണ് UBC കൈനകരി നയിച്ച ചമ്പക്കുളം ചുണ്ടൻ ഒന്നാമതെത്തിയത്. ലോകപ്രശസ്ത കൃഷിശാസ്ത്രജ്ഞനും കുട്ടനാട്ടുകാരനുമായ ഡോക്ടർ MS സ്വാമിനാഥൻ നടത്തിയ പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ വിഭാവനം ചെയ്ത കുട്ടനാട് പാക്കേജ് അവതാളത്തിലാകുവാൻ കാരണം കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ അലംഭാവമാണെന്ന് കേരള കോൺഗ്രസ് ചെയർമാൻ PC തോമസ്. വെള്ളപ്പൊക്കക്കെടുതി രൂക്ഷമായ കൈനകരി സന്ദർശിച്ച ശേഷം KCV വാർത്തകളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കുട്ടനാട്ടിൽ 3000-ൽ പരം ഏക്കർ നെൽകൃഷി മടവീഴ്ചയുണ്ടായി നശിച്ചു. ഇതിൽ കൃഷിപ്പണികൾ മുക്കാലും പൂർത്തീകരിച്ച കർഷകർക്ക് അടിയന്തരമായി ഏക്കറിന് 25,000 രൂപ വീതം വിതരണം ചെയ്യണമെന്നും കുട്ടനാടിനെ പ്രളയബാധിത പ്രദേശമായി പ്രഖ്യാപിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ഇവിടെയാണെങ്കിൽ കുട്ടനാട് പാക്കേജ്, ഇവിടെ ഈ നാട്ടുകാരനായ ഏറ്റവും വലിയ കൃഷി ശാസ്ത്രജ്ഞനായ ഇപ്പോൾ പാർലമെന്റ് അംഗം കൂടിയായ രാജ്യസഭാ അംഗം കൂടിയായ സ്വാമിനാഥൻ, MS സ്വാമിനാഥൻ ഒരു നല്ലതുപോലെ പഠിച്ച് റിപ്പോർട്ട് തയ്യാറാക്കിയിട്ട് കാലങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. അതിനനുസരിച്ച് ഞാൻ കൂടി പാർലമെന്റിലുണ്ടായിരുന്ന സമയത്ത് ആ റിപ്പോർട്ടിനെ അടിസ്ഥാനപ്പെടുത്തി നമ്മുടെ ഒരു പോളിസി നയം രൂപീകരിക്കാൻ തയ്യാറായെങ്കിലും അന്ന് അത് പൂർത്തീകരിക്കാൻ കഴിഞ്ഞതായിട്ട് തോന്നുന്നില്ല. പക്ഷേ എന്ത് പോളിസിയാണ് എങ്കിലും അടിയന്തരമായിട്ട് ഈ കാര്യങ്ങൾ ചെയ്യാനായിട്ട് തീരുമാനിച്ച് നടപ്പിൽ വരുത്തുവാനായിട്ട് ഉള്ള എല്ലാ അംഗീകാരവും കൊടുത്തിട്ടും ഇതുവരെ ഈ കുട്ടനാട് പാക്കേജ് എന്ന പേരിൽ കേന്ദ്ര സർക്കാർ അനുവദിച്ച് സംസ്ഥാന സർക്കാർ വഴി നടപ്പാക്കുന്ന ഈ പദ്ധതി ഒരിടത്തും എത്തിയിട്ടില്ല. വാസ്തവത്തിൽ അത് ഏറ്റവും വലിയൊരു ഒരു 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 കുറ്റബോധത്തോടെ മാത്രമേ ആർക്കും കാണാനായിട്ട് പറ്റുകയുള്ളൂ. പ്രത്യേകിച്ച് ഭരണത്തിലിരിക്കുന്ന ആളുകൾ അക്കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഈ ബണ്ടുകൾ നിർമ്മിക്കുന്നത് മാത്രമെങ്കിലും എടുത്തിരുന്നെങ്കിൽ കുട്ടനാട്ടിൽ ഇപ്പോൾ ഈ ദുരന്തം ഉണ്ടാകുമായിരുന്നില്ല. കുട്ടനാടിനെ പ്രളയക്കെടുതിയിൽ നിന്നും രക്ഷിക്കുന്നതിന് തണ്ണീർമുക്കം ബണ്ടിന്റെ പണികൾ പൂർത്തീകരിക്കുകയും ഷട്ടറുകൾ തുറക്കുകയും തോട്ടപ്പള്ളി സ്പിൽവേയുടെ നവീകരണവും AC കനാൽ തുറക്കുന്നതും സമയബന്ധിതമായി പൂർത്തീകരിക്കണമെന്നും PC തോമസ് പറഞ്ഞു. ജില്ലാ പ്രസിഡന്റ് ജോൺ ജേക്കബ് ഊരാമ്മേലിൽ, കർഷക യൂണിയൻ സംസ്ഥാന പ്രസിഡന്റ് AH ഹഫീസ്, നിയോജകമണ്ഡലം പ്രസിഡന്റ് സണ്ണി അഞ്ചിൽ, നെൽകർഷക യൂണിയൻ കൺവീനർ പ്രൊഫസർ ജോജോ ചേന്നങ്കര, ജേക്കബ് ചെറിയാൻ എന്നിവർ PC തോമസിനൊപ്പം ഉണ്ടായിരുന്നു. ദുരിതക്കയത്തിൽ മുങ്ങിത്താഴ്ന്ന് കൈനകരി പ്രദേശം. രണ്ടാം കൃഷി നടത്തിയ പാടശേഖരങ്ങളിൽ മട വീണതോടെ ബണ്ടുകളിൽ താമസിക്കുന്നവരുടെ വീടുകൾ പലതും വെള്ളത്തിനടിയിലായി. വെള്ളം പൊങ്ങിയാൽ കൈനകരിയിലെ സ്ഥിരം കാഴ്ചയാണിത്. വെള്ളപ്പൊക്കം രൂക്ഷമാകുമ്പോൾ അധികാരികൾ നിരവധി വാഗ്ദാനങ്ങളുമായി സമീപിക്കാറുണ്ടെങ്കിലും എല്ലാം പതിവ് കാഴ്ചയിൽ ഒതുങ്ങും. കൈനകരി പഞ്ചായത്തിലെ 100 കണക്കിന് വീടുകളാണ് പൂർണ്ണമായും വെള്ളത്തിനടിയിലായിരിക്കുന്നത്. ദുരിതാശ്വാസ ക്യാമ്പുകൾ നടത്തുവാനുള്ള സ്ഥലം പോലും തങ്ങൾക്കില്ലെന്ന് പ്രദേശവാസികൾ അഭിപ്രായപ്പെടുന്നു. ഞങ്ങൾ കുഞ്ഞുങ്ങളും പെണ്ണുങ്ങളും എല്ലാം ദുരിതമനുഭവിക്കുന്ന കണ്ടില്ലേ. ഈ ഒന്നാമത്തെ കാര്യം, ഞങ്ങളുടെ ഈ തോട് മുറിച്ച് വിടുവാണെങ്കിൽ തന്നെ ഞങ്ങൾക്ക് ഏതെങ്കിലും ഒരു പാടം രക്ഷപ്പെടും. ആ പാടം അല്ലെങ്കിൽ ആറുവങ്ക അല്ലെങ്കിൽ ചെറുകായൽ രക്ഷപ്പെടും. ഏതെങ്കിലും ഒരു പാടത്ത് മനുഷ്യർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കുഞ്ഞുങ്ങളെ ആരെങ്കിലും മാറ്റി താമസിക്കുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്യാം. ഇത് ഇങ്ങനെ കിടക്കുന്ന കാരണം എല്ലാ പ്രാവശ്യവും വെള്ളം. കഴിഞ്ഞ പ്രാവശ്യം വെള്ളം കയറിയപ്പോൾ ഞങ്ങൾ ഓർത്ത് ഈ പ്രാവശ്യം മട വീഴത്തില്ലെന്നും പറഞ്ഞിരുന്നു. അപ്പോൾ അതേ മട വീണ്.
വെള്ളം പെരയ്ക്കകത്ത് വരെ നിറച്ച്. കഴിഞ്ഞ പ്രാവശ്യത്തേൽ കൂടുതലായി ഇത്തവണ വെള്ളം. 250 ഏക്കർ വരുന്ന ചെറുകായൽ കായലും 500 ഏക്കർ വരുന്ന ആറുപങ്ക് പാടശേഖരവും മടവീണതാണ് ഈ പ്രദേശത്തെ വെള്ളക്കെട്ടിലാഴ്ത്തിയത്. ആറുപങ്ക് പാടശേഖരത്തിനും ചെറുകായലിനും ഇടയിലൂടെയുള്ള ജനകീയതോട് കല്ലുകെട്ടി ഉയർത്തിയാൽ എല്ലാ വർഷവും കൈനകരിയിലുണ്ടാവുന്ന കൃഷിനാശവും വെള്ളപ്പൊക്കവും ഒഴിവാക്കാൻ സാധിക്കും. അതേസമയം നാട്ടുകാർ പല നിവേദനങ്ങളും ജനകീയതോട് തുറക്കണമെന്നാവശ്യപ്പെട്ട് നൽകിയെങ്കിലും നാളിതുവരെ യാതൊരു പ്രയോജനവും ഉണ്ടായിട്ടില്ല. ഓരോ വർഷത്തെ വെള്ളപ്പൊക്കവും തകർത്തെറിയുന്നത് കൈനകരിക്കാരുടെ സ്വപ്നങ്ങളെയാണ്. ഇവരെ ഇതിൽ നിന്നും രക്ഷിക്കുവാൻ നിരവധി പദ്ധതികളുണ്ടെങ്കിലും അവയൊന്നും യഥാസമയം പ്രാവർത്തികമാകുന്നില്ല. ക്യാമറമാൻ മർഡോണ വർഗീസിനൊപ്പം സാനു, KCV ന്യൂസ്. രാഷ്ട്രീയ നേതാക്കൾക്കും ഉദ്യോഗസ്ഥ വൃന്ദത്തിനും അഴിമതി നടത്താനാണോ ചില പദ്ധതികൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ആവിഷ്കരിക്കുന്നതെന്ന് തോന്നിപ്പോകും കുട്ടനാട് പാക്കേജിനെ കുറിച്ച് ചിന്തിച്ചാൽ. പറഞ്ഞു പതിരായതും പടിഞ്ഞു പാഴാക്കിയതുമായ പാക്കേജിനെക്കുറിച്ച് ഇനിയും എന്തിനു പറയണം? ജനങ്ങളിൽ നിന്ന് നികുതിയായി പിഴിഞ്ഞെടുക്കുന്ന പണത്തിന് എന്തെങ്കിലും വില ഇവർ കൽപ്പിക്കാത്തതിനാലാണ് വീണ്ടും പറയേണ്ടി വരുന്നത്. കുട്ടനാട് പാക്കേജിൽ മാത്രമാണോ അഴിമതിയും ദൂർത്തും? ഇതിലെന്താണ് പുതുമയെന്നോർത്ത് മിണ്ടാതിരുന്നാൽ എങ്ങനെ വരും ഇതിനൊക്കെ ഒരറുതി? എവിടെ നിന്നെങ്കിലും ഒരു തുടക്കം ഉണ്ടായേ മതിയാവൂ. പറഞ്ഞു പഴകിയും പണിഞ്ഞു കുളന്തോണ്ടിയും കുട്ടനാട് പാക്കേജിന് 6 വയസ്സ് പൂർത്തിയായ ഈ മാസത്തിലാണ് കുട്ടനാട്ടിലെ ആയിരക്കണക്കിന് ഏക്കറിലെ നെൽകൃഷിയും കരകൃഷിയും നശിച്ചത്. 10,000-കണക്കിന് വീടുകൾ വെള്ളത്തിലായി. ലക്ഷങ്ങൾ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നു. പതിവ് പോലെ കൃഷി നഷ്ടപ്പെട്ട കർഷകരെയും ദുരിതാശ്വാസ ക്യാമ്പിലെ അന്തേവാസികളെയും കാണുവാൻ അനന്തപുരിയിൽ നിന്നും പ്രജാക്ഷേമ തൽപരനായ മുഖ്യൻ തന്നെ എത്തി. പരിവാരങ്ങളും പോലീസും അകമ്പടിയും സേവിച്ചു. പിന്നെ വാഗ്ദാനങ്ങളുടെ പെരുമഴക്കാലം. എല്ലാം വെറും വാക്കാണെന്നറിഞ്ഞിട്ടും ഇവരെയൊന്നും ആരും തിരിച്ചോടിച്ചില്ല എന്നതിലാണ് അത്ഭുതം. ഒരു ഓട്ടപ്രദർശനത്തിൽ കുട്ടനാട്ടുകാരുടെ ദുരിതം മുഴുവൻ ഒപ്പിയെടുത്ത് നേരെ കളക്ടറേറ്റിലേക്ക്. പിന്നെ ചർച്ച, അവലോകനം, പഠനം, ഒടുക്കം പ്രഖ്യാപനം, ചുമതലപ്പെടുത്തൽ തുടങ്ങി കലാപരിപാടികൾ. മടവീണ പാടശേഖരങ്ങളിലെ വെള്ളം വറ്റിക്കൽ ധനസഹായം, കൃഷി നശിച്ചവർക്കുള്ള ധനസഹായം, വീട് പൂർണ്ണമായി നഷ്ടപ്പെട്ടവർക്കുള്ള ധനസഹായം എന്നുവേണ്ട പ്രഖ്യാപനങ്ങളിൽ ധനസഹായം കൊട്ടത്താങ്ങിൽ പ്രഖ്യാപിക്കാൻ ഇരട്ടത്താപ്പ് പഠിച്ച ഇക്കൂട്ടർക്ക് എന്ത് ബുദ്ധിമുട്ട്. മുൻവർഷങ്ങളിലെ ധനസഹായം മുഴുവൻ ഫയലുകളിൽ കെട്ടിക്കിടക്കുകയാണെന്നും അത് അഴിച്ച് ഉടൻ വിതരണം ചെയ്യുമെന്ന് കൂടി കേട്ടപ്പോൾ ഏത് കർഷകനാണ് രോമാഞ്ച കഞ്ചുകനാകാത്തത്? രോമാഞ്ചന്മാർ യാഥാർത്ഥ്യത്തിലേക്ക് എത്തുമ്പോഴാണ് യഥാർത്ഥ കർഷകദ്രോഹ നയങ്ങൾ മറനീക്കി പുറത്തുവരുന്നത്. നെല്ലിന്റെ സംഭരണ വില, പമ്പിംഗ് സബ്സിഡി ഇവയിലൊന്നും യാതൊരു തീരുമാനവും ഉണ്ടായിട്ടില്ല. എന്തായാലും ഇത്തവണ പമ്പിംഗ് സബ്സിഡിക്കായും സംഭരണ വില വർദ്ധിപ്പിക്കാനും സംഭരിച്ച നെല്ലിന്റെ പണം ലഭിക്കുവാനുമൊന്നും ആരും സമരത്തിനും നിരാഹാരത്തിനും മുതിരേണ്ടതില്ല. പത്തായത്തിൽ നെല്ലുണ്ടെങ്കിലല്ലേ സപ്ലൈക്കോ വണ്ടി പിടിച്ചു വരൂ. കുട്ടനാട്ടുകാരൻ കൂടിയായ കൃഷിശാസ്ത്രജ്ഞൻ ഡോക്ടർ MS സ്വാമിനാഥന് കേരളത്തിലെ അഴിമതിയെയും കെടുകാര്യസ്ഥതയെയും കുറിച്ച് എന്തെങ്കിലും ധാരണയുണ്ടായിരുന്നെങ്കിൽ അദ്ദേഹം ഇത്തരമൊരു സാഹസത്തിന് ഒരുങ്ങില്ലായിരുന്നു. വെള്ളപ്പൊക്കത്തിൽ നിന്നും മടവീഴ്ചയിൽ നിന്നും ശാശ്വതമായ ഒരു പരിഹാരമാണ് കുട്ടനാടിന് ആവശ്യം. അതിനുതകമായിരുന്നതായിരുന്നു ഈ പദ്ധതി. എന്നാൽ കുട്ടനാട്ടിലെ ദുരിതബാധിത പ്രദേശങ്ങൾ സന്ദർശിച്ച മുഖ്യനോ മറ്റ് മന്ത്രിമാരോ ജനപ്രതിനിധികളോ പാക്കേജിനെക്കുറിച്ച് മിണ്ടിയിട്ടേയില്ല. ഇപ്പോഴും ബക്കറ്റിലെ തിരയണി പരസ്പരം എണ്ണം പറയുന്ന പക്ഷങ്ങളുടെ ഇടതുപക്ഷത്തിനും ഇതൊന്നും കണ്ട ലക്ഷണവുമില്ല. അഴിമതി എന്ന വൃത്തികേട് ആവർത്തിക്കുന്നത് പ്രധാനമായും 2 കാരണങ്ങളാലാണ്. ശിക്ഷിക്കപ്പെടുവാനുള്ള സാധ്യതയില്ല എന്ന ധൈര്യവും തങ്ങൾക്ക് മുമ്പിരുന്നവരും അഴിമതിക്കാര്യത്തിലോട്ടും മോശക്കാരല്ലെന്ന തിരിച്ചറിവും. കുട്ടനാട് പാക്കേജിൽ ഉൾപ്പെടുത്തി കായൽ നിലങ്ങളുടെ പുറംമണ്ണ് ബലപ്പെടുത്തുവാനുള്ള പൈലൻ സ്ലാബുകളാണ് എനിക്ക് പിന്നിൽ പ്രേക്ഷകർ കാണുന്നത്. ഇവയിൽ കുറച്ചെങ്കിലും കുട്ടനാട്ടിലെ കൃഷിയുള്ള പാടശേഖരങ്ങളുടെ പുറംമണ്ണ് ബലപ്പെടുത്തുന്നതിന് ഉപയോഗിച്ചിരുന്നെങ്കിൽ ഇപ്പോഴുണ്ടായ ഈ വെള്ളപ്പൊക്കത്തിൽ ഇത്ര ഏക്കർ കൃഷിനാശം നമുക്ക് ഉണ്ടാവുകയില്ലായിരുന്നു. ക്യാമറാമാൻ മർഡോണ വർഗീസിനൊപ്പം ഹരീഷ് കൃഷ്ണൻ, KCV വാർത്തകൾ. എടത്വ കൃഷിഭവന്റെ കീഴിൽ വരുന്ന തായങ്കരി, വടകര, ഇടശ്ശേരി, വരമ്പിനകം പാടശേഖരത്ത് വെള്ളം കരകവിഞ്ഞും മോട്ടോർ തറയ്ക്ക് അള്ളവീണും പാടശേഖരത്തെ കൃഷി നശിച്ചു. 200 ഏക്കർ വരുന്ന പാടശേഖരത്തെ 70 ദിവസം വരെ പ്രായമെത്തിയ നെൽച്ചെടികളാണ് വെള്ളം കയറി നശിച്ചത്. കഴിഞ്ഞ തിങ്കളാഴ്ച മുതൽ പാടശേഖരത്തെ സംരക്ഷിക്കുവാൻ വേണ്ടി തന്നെ 3.5 ലക്ഷം രൂപയുടെ പ്രവർത്തനങ്ങൾ നടത്തി. അതേസമയം കിഴക്കൻ വെള്ളത്തിന്റെ വരവ് കൂടിയത് പാടശേഖരത്ത് വെള്ളം നിറയുന്നതിന് കാരണമായതായി കർഷകർ അഭിപ്രായപ്പെടുന്നു. 210 ഏക്കറുള്ള പാടമായത് എടത്വ പഞ്ചായത്തിലെ ഞങ്ങൾ ഇങ്ങേറ്റത് കൃഷിയുള്ള ഏറ്റവും വലിയ പാടമായത്. ഇപ്പൊ ഇന്ന് 68 ദിവസമായി. കഴിഞ്ഞ തിങ്കളാഴ്ച മുതൽ ഞങ്ങളുടെ ഈ പാടത്തിന്റെ 3/4 ഭാഗം മുങ്ങിക്കിടക്കുക. ഇത് 125 ഏക്കറോളം മുങ്ങിയിരിക്കുകയാണ്. ഇതിപ്പോ ഇന്നലെയാണ് കൃഷി ഓഫീസർ ഒന്ന് വരുന്നത്. ഇന്നലെയാണ് ആരെങ്കിലും അധികാരികൾ വരുന്നത്. ഇന്നലെ കൃഷി ഓഫീസർ വന്ന് നോക്കി എല്ലാം റിപ്പോർട്ട് എടുത്തുകൊണ്ട് പോയി. പക്ഷെ ഇത് ഞങ്ങൾക്കൊന്നും രക്ഷപ്പെടുന്ന കാര്യമില്ല. എല്ലാ ചെലവുകളും കഴിഞ്ഞ് ഞങ്ങൾ 3 വളവും ഇട്ട് മരുന്നും അടിച്ച് 2 മരുന്നും അടിച്ച് എല്ലാം ചെലവും നടത്തി അടിക്കണ ആയിരിക്കുന്ന പാടമാണ്. ഇത്രയും മുങ്ങിപ്പോയത് കണ്ടല്ലോ, നിങ്ങൾ കണ്ടില്ലേ. ഇതിനി ഒരു രക്ഷപ്പെടുന്ന ഒരു കാര്യവുമില്ല. പിന്നെ ഇത് 5.5 കിലോമീറ്ററാണ് ഇതിന്റെ ചുറ്റളവ്. 5.5 കിലോമീറ്റർ എന്ന് കയറിയ മൊത്തം കവിഞ്ഞു കയറിയതാണ് ഇത് മുങ്ങിപ്പോയത്. അല്ല ബണ്ടൊന്നും ഞങ്ങൾക്ക് തട്ടിപ്പോയില്ല. അതെ ഇപ്പം ഇവിടെ ആണെങ്കിൽ ഇപ്പം ഒരു മോട്ടർ അടി ഊതി കിടക്കുകയാണ്. അതിപ്പോ അവർ കുത്തിക്കൊണ്ടിരിക്കുക. വെള്ളം ഇറങ്ങിയപ്പോഴത്തേക്കാണ് അടി ഊതിയിരിക്കുന്നത്. ഇന്നലെ രാത്രി മുതൽ അതിന്റെ പണി നടന്നുകൊണ്ടിരിക്കുക. അത് കാരണം ആ മോട്ടർ ഓടുന്നില്ല. ഇനി ഒരാഴ്ചയെങ്കിലും പിടിക്കുക. നിങ്ങൾ കണ്ടല്ലോ ആ പെട്ടി
മേളി വെള്ളമാണ്. ഒരാഴ്ചയെങ്കിലും പിടിക്കൊന്ന് പറ്റിക്കിട്ടേ ഞങ്ങൾക്ക് ഒരു വക ഇതിനകത്തുനിന്ന് കിട്ടാൻ പോകുന്നില്ല. ഒന്നും രണ്ടും വളപ്രയോഗവും കളപറയും കഴിഞ്ഞ നെൽച്ചെടികളാണ് വെള്ളം വറ്റിക്കാൻ സാധിക്കാത്തത് മൂലം ചീഞ്ഞ് നശിക്കുന്നത്. 200 ഏക്കർ വരുന്ന പാടശേഖരത്തിന് 5.5 കിലോമീറ്ററാണ് ചുറ്റളവ്. ഇതിനാൽ തന്നെ വെള്ളപ്പൊക്കത്തെ ഫലപ്രദമായി നിയന്ത്രിക്കുവാൻ സാധിച്ചിട്ടില്ല. 200 ഏക്കർ വരുന്ന വടകര ഇടശ്ശേരി വരമ്പിനകം പാടത്തെ 120 ഏക്കറിലെ കൃഷി പൂർണ്ണമായി നശിച്ചിരിക്കുകയാണ്. ബാക്കിയുള്ള 80 ഏക്കറിലെ കൃഷി സംരക്ഷിക്കുവാനുള്ള ശ്രമങ്ങൾ കർഷകർ ഇപ്പോഴും തുടരുകയാണ്. ഏതാണ്ട് 70 ദിവസം പിന്നിട്ട നെൽകൃഷി ഏകദേശം 17,500 രൂപയോളം എല്ലാ കർഷകരും ഏക്കർ അടിസ്ഥാനത്തിൽ മുടക്കി കഴിഞ്ഞിരിക്കുക. മുടക്കിന്റെ ഏതാണ്ട് 75% മുടക്കിയിരിക്കുകയാണ്. അടിക്കണ പരുവായിരിക്കുന്ന ഈ നെല്ല് കഴിഞ്ഞ ഞായറാഴ്ച മുതൽ ഉള്ള വെള്ളപ്പൊക്കത്തിൽ സംരക്ഷണവും ഇതുമായിട്ട് എനിക്കെങ്കിലും കവിഞ്ഞു കയറി നെല്ലിന്റെ മേളുവരെ വെള്ളം നിറഞ്ഞിരിക്കുകയാണ്. ഇത് പറ്റിക്കാനുള്ള അവസ്ഥ പറ്റിക്കാൻ പോയപ്പോൾ മോട്ടോർ വേറെ തള്ളി. ഇപ്പൊ 3 ദിവസമായിട്ട് മോട്ടോർ വേറെ മുൻഭാഗത്ത് കടന്ന് കുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും അതിന്റെ ശ്രമം തുടർന്നുകൊണ്ടിരിക്കുന്നു. ഈ ഫണ്ട് സംരക്ഷണവും കാര്യങ്ങളുമായിട്ട് കമ്മിറ്റിയും പാടശേഖര ഇതിനുമായിട്ട് ഏകദേശം 4.5 ലക്ഷം രൂപയ്ക്ക് മേളിൽ മുടക്ക് ഇപ്പോൾ തന്നെ ആയിരിക്കുകയാണ്. ഇത് പാടശേഖര സമിതിക്കോ ആർക്കോ താങ്ങാനാവുന്ന ഒന്നല്ല. കുട്ടനാട് പാക്കേജിൽ പെടുത്തിയുള്ള ഇതായതുകൊണ്ട് പാടശേഖരത്തിന് ഏത് ഓഫീസിൽ ചെന്നാലും ഇത് നിങ്ങളുടെ ഇന്ന രീതിയിൽ ഉൾപ്പെടുത്തിയതുകൊണ്ട് യാതൊരു പ്രോഫിറ്റും കിട്ടത്തില്ല എന്ന് പറഞ്ഞ് തള്ളിവിടുകയാണ്. പുളിങ്കുന്ന് ഡോൺസ് YMCAയുടെ നേതൃത്വത്തിൽ നടത്താനിരുന്ന വൃക്കരോഗ നിർണയ ക്യാമ്പ് വെള്ളപ്പൊക്കം മൂലം മാറ്റിവെച്ചതായി ഭാരവാഹികൾ അറിയിച്ചു. പുതിയ തീയതി പിന്നീട് അറിയിക്കും. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. KCV വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മനോഹരമായൊരു വീട് നമ്മുടെ എല്ലാം സ്വപ്നമാണ്. നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങളെ മനോഹരമാക്കാൻ ഇതാ സിമ്പിൾ ഷാലിമാർ സൂപ്പർ ബ്രാൻഡ് ടൈലുകളുടെയും ഗ്രാനൈറ്റിന്റെയും വിസ്മയ ലോകം. വിപുലമായ സ്റ്റോക്ക്, ഫാസ്റ്റ് സർവീസ്, 100% ഗുണമേന്മ ഇവയൊക്കെ നിലനിർത്തുന്നതുകൊണ്ട് ഞാൻ പറയുന്നു ഷാലിമാർ മാർബിൾസ് ആൻഡ് ഗ്രാനൈറ്റ്. സ്വപ്ന ഭവനത്തിന് ഇവിടെ പൂർണ്ണത. ഷാലിമാർ മാർബിൾസ് ആൻഡ് ഗ്രാനൈറ്റ്, മണിക്കച്ചിറ, AC റോഡ്, ചങ്ങനാശ്ശേരി. സ്വപ്ന ജ്വല്ലറി ചങ്ങനാശ്ശേരി. സംശുദ്ധിയുടെ അരനൂറ്റാണ്ട് കാലത്തെ പാരമ്പര്യം. ചങ്ങനാശ്ശേരിയിലെ ആദ്യത്തെ 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണശാല. ഉയർന്നുവരുന്ന സ്വർണ്ണവിലയ്ക്ക് ആശ്വാസമായി സ്വപ്ന ജ്വല്ലറി ഒരുക്കുന്നു സ്വപ്നനിധി സ്വർണ്ണ സമ്പാദ്യ പദ്ധതി. തവണകളായി അടയ്ക്കുന്ന തുക അതാത് ദിവസത്തെ സ്വർണ്ണവിലയിലേക്ക് മാറ്റി നിശ്ചയിക്കുന്നതിനാൽ പിന്നീടുണ്ടാകുന്ന വിലവർദ്ധനവ് നിങ്ങളെ ബാധിക്കുന്നില്ല. 250 രൂപ മുതൽ വരുന്ന 18 തവണകളാണ് സ്വപ്നനിധിക്കുള്ളത്. സ്വപ്ന ജ്വല്ലറി, സ്വപ്ന ബിൽഡിംഗ്, ചങ്ങനാശ്ശേരി. എന്റെ മോഹനേട്ടാ, എളുപ്പ വഴികളും കുറുക്കു വഴികളും നോക്കി പോകുമ്പോഴാ നമ്മളെ ആരെങ്കിലും പറ്റിക്കണത്. എന്നെ ഇന്നവരാരെങ്കിലും പറ്റിച്ചിട്ടുണ്ടോ? കാരണം എന്താ? എനിക്ക് ബുദ്ധിയുണ്ട്. അനു തിരക്കിലായിരിക്കുമല്ലേ? അതെ. അനുവിനെ കഴിഞ്ഞ ആഴ്ച ആലപ്പുഴയിലെ മുല്ലക്കൽ പ്രിൻസ് ജുവലറിയിൽ നിൽക്കുന്നത് കണ്ടിരുന്നല്ലോ. അതെ, ഞാൻ അവിടെ നിന്നാണ് സ്വർണ്ണാഭരണങ്ങൾ വാങ്ങാറുള്ളത്. അതെന്താ, മറ്റൊരുപാട് ജുവലറികൾ അവിടെ ഉണ്ടല്ലോ. പിന്നെന്താ മുല്ലക്കൽ പ്രിൻസ് ജുവലറിയിൽ നിന്ന് തന്നെ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുന്നത്? അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. ഗുണമേന്മയിലും വിശ്വസ്തതയിലും 2 പതിറ്റാണ്ടിന്റെ പാരമ്പര്യമുള്ള മുല്ലക്കൽ പ്രിൻസ് ജുവലറിയിലെ ഏറ്റവും ചെറിയ ആഭരണങ്ങളിൽ പോലും 916 BIS ഹോൾമാർക്ക് മുദ്ര ഉറപ്പുവരുത്തുന്നു. ആരുടെയും സങ്കല്പത്തിന് അനുയോജ്യമായ വ്യത്യസ്തതരം ഡിസൈൻസ്. അങ്ങനെയാവുമ്പോൾ പണിക്കൂലി കൂടുതലായിരിക്കും അല്ലേ? ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. മാത്രമല്ല 916 BIS ഹോൾമാർക്കഡ് സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ കുറവ് വരുന്നില്ല. അപ്പോൾ ശരിക്കും ഹീറോ മുല്ലക്കൽ പ്രിൻസ് ജുവലറിയാണല്ലേ? അത് പിന്നെ പറയാനുണ്ടോ? 100% BIS ഹോൾമാർക്കഡ് സ്വർണ്ണാഭരണങ്ങൾ വിൽക്കുന്ന സ്വർണ്ണാഭരണശാല പ്രിൻസ് ജുവലറി, മുല്ലക്കൽ, ആലപ്പുഴ. വാർത്തകൾ തുടരുന്നു. കുട്ടനാട് കാർഷിക മേഖലയിൽ വെള്ളപ്പൊക്കം മൂലമുണ്ടായ നാശനഷ്ടങ്ങളുടെ യഥാർത്ഥ കണക്കെടുപ്പ് നടത്തി അടിയന്തരമായി നഷ്ടപരിഹാരം അനുവദിക്കണമെന്ന് അഖില കുട്ടനാട് നെൽനാളികേര കർഷക ഫെഡറേഷൻ പ്രസിഡന്റ് ബേബി പാറക്കാടൻ വാർത്താക്കുറിപ്പിൽ ആവശ്യപ്പെട്ടു. മഴയുടെ ശക്തി കുറഞ്ഞതോടെ ആലപ്പുഴ ജില്ലയിൽ പ്രളയത്തിന് അല്പം ആശ്വാസമായി. അതേസമയം വെള്ളക്കെട്ട് നിലനിൽക്കുന്നത് ജനങ്ങളെ വലയ്ക്കുകയാണ്. കുട്ടനാട്ടിലെ C-D ബ്ലോക്കുകളുടെ മധ്യയുള്ള കൊച്ചാറ് തുറന്നതുമൂലം കുട്ടനാട്ടിലെ ജലനിരപ്പ് താഴ്ന്നു തുടങ്ങി. മഴക്കാലത്ത് പമ്പാനദിയിലൂടെ ലോവർ കുട്ടനാട്ടിൽ കേന്ദ്രീകരിക്കുന്ന ജലം വേമ്പനാട്ട് കായലിൽ എത്തിച്ചേരുവാൻ വൈകുന്നതാണ് കുട്ടനാട്ടിലും പ്രാന്തപ്രദേശങ്ങളിലും വെള്ളക്കെട്ട് ഇത്ര ഉയരുവാൻ കാരണം. ഇതിനുള്ള പരിഹാരം കൊച്ചാറ് തുറക്കുന്നതും മറ്റൊന്ന് AS കനാൽ തുറക്കുന്നതുമാണ്. ജലോത്സവ ചരിത്രത്തിൽ ഏറ്റവുമധികം കളിവള്ളങ്ങളും കായികപ്രേമികളും പങ്കെടുത്ത 62ാമത് നെഹ്റു ട്രോഫി ജലമേള ശനിയാഴ്ച 2:30 ആരംഭിച്ചു.
22 ചുണ്ടൻ വള്ളങ്ങൾ ഉൾപ്പെടെ 72 വള്ളങ്ങൾ അണിനിരുന്ന ജലമേളയായിരുന്നു ഇത്തവണ പുന്നമടക്കായലിൽ നടന്നത്. എന്നാൽ വള്ളംകളിയുടെ സ്റ്റാർട്ടിംഗിലുണ്ടായ സാങ്കേതിക പ്രശ്നങ്ങൾ സമയക്രമം പാലിക്കുന്നതിൽ തടസ്സമായി. 16 ചുണ്ടൻ വള്ളങ്ങളാണ് പ്രധാന മത്സരത്തിൽ പങ്കെടുത്തത്. 6 ചുണ്ടൻ വള്ളങ്ങൾ ബി ഗ്രേഡ് മത്സരത്തിൽ മത്സരിച്ചു. വെപ്പ് എ ഗ്രേഡിൽ 7ഉം ബി ഗ്രേഡിൽ 6ഉം, ഇരുട്ടുകുത്തി എ ബി ഗ്രേഡുകളിൽ യഥാക്രമം 5ഉം 12ഉം, ചുരുളലിൽ 4ഉം, തെക്കനോടി വനിതകളിൽ 6ഉം ടീമുകളാണ് ഇത്തവണ മാറ്റുരച്ചത്. ഉച്ചയ്ക്ക് 2 മണിയോടെ ജലോത്സവത്തിന്റെ ഉദ്ഘാടന ചടങ്ങുകൾ ആരംഭിച്ചു. കേരള ഗവർണർ ഷീല ദീക്ഷിത് മുഖ്യാതിഥിയായിരുന്നു. സംസ്ഥാന മന്ത്രിമാർ, MP, MLA മാർ തുടങ്ങി സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു. ആലപ്പുഴ ജില്ല പ്രളയക്കെടുതിയിൽ നട്ടം തിരിയുമ്പോൾ ആരോഗ്യവകുപ്പിൽ കൂട്ടസ്ഥലം മാറ്റം. വെള്ളപ്പൊക്കത്തെ തുടർന്ന് പല പ്രദേശങ്ങളിലും പകർച്ചവ്യാധി ഭീഷണി നേരിടുന്ന സമയത്താണ് ആരോഗ്യവകുപ്പിലെ ഈ തമാശക്കളി. വെള്ളപ്പൊക്കത്തെ തുടർന്ന് ലക്ഷക്കണക്കിന് ജനങ്ങൾ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്ന സാഹചര്യത്തിലാണ് കൂട്ടസ്ഥലം മാറ്റം. ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരെയാണ് കൂടുതലായി സ്ഥലം മാറ്റിയിരിക്കുന്നത്. ഇതോടെ ദുരിതാശ്വാസ ക്യാമ്പുകളിലെ ആരോഗ്യ സുരക്ഷാ പ്രവർത്തനങ്ങൾ അവതാളത്തിലായി. അതേസമയം ഹെൽത്ത് ഇൻസ്പെക്ടർമാരുടെ സ്ഥലം മാറ്റത്തിൽ വ്യാപക ക്രമക്കേടുകൾ നടന്നിട്ടുണ്ടെന്ന് ഇതിനോടകം തന്നെ ആക്ഷേപം ഉയർന്നിട്ടുണ്ട്. ഇത്തരത്തിൽ സ്ഥലം മാറ്റം വാങ്ങിയവർക്ക് സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് വഴിതെളിക്കുവാൻ പല രാഷ്ട്രീയ നേതാക്കളും രംഗത്തെത്തിയതായും ആരോപണം ഉയർന്നിട്ടുണ്ട്. സ്ഥലം മാറ്റം സംബന്ധിച്ച് പ്രസിദ്ധപ്പെടുത്തിയ കരട് പട്ടികയിൽ അപ്പീൽ നൽകാത്തവരെയും സ്ഥലം മാറ്റിയിട്ടുണ്ട്. ദുരിതാശ്വാസ ക്യാമ്പുകളിലും രോഗഭീഷണിയുള്ള പ്രദേശങ്ങളിലും ഊർജിതമായ പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തിവരുന്ന സമയത്തുള്ള ആരോഗ്യവകുപ്പിലെ കൂട്ടസ്ഥലം മാറ്റം ദുരിതാശ്വാസ ക്യാമ്പുകളുടെ പ്രവർത്തനങ്ങളെ താളം തെറ്റിച്ചിരിക്കുകയാണ്. ഇനി ചരമവാർത്തകൾ. വേഴാപ്ര മമ്പള്ളി കല്യാണിയമ്മ നിര്യാതയായി. 97 വയസ്സായിരുന്നു. സംസ്കാരം ഞായറാഴ്ച 11-ന് വീട്ടുവളപ്പിൽ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. 62ാമത് നെഹ്റു ട്രോഫി ജലോത്സവത്തിൽ UBC കൈനകരിയുടെ ചമ്പക്കുളം ചുണ്ടൻ ജേതാവ്. കുട്ടനാട് പാക്കേജ് അവതാളത്തിലാവാൻ കാരണം കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ പിടിപ്പുകേടെന്ന് കേരള കോൺഗ്രസ് ചെയർമാൻ PC തോമസ്. പദ്ധതികൾ എങ്ങുമെത്തിയില്ല. കൈനകരി പ്രദേശം വീണ്ടും വെള്ളത്തിൽ. വാഗ്ദാന പെരുമഴയുമായി വീണ്ടും അധികാരികൾ. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.